ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഞാൻ അയ്യന്തോളത്തെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടാവും. കാരണം അവിടുത്തെ സെലിബ്രേഷൻ കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് വണ്ടി വിളിച്ചു ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്നാണ് 15ാം ഡിവിഷൻ്റെ ഓണം സെലിബ്രേഷൻ. അപ്പോൾ അതിന് ഭാഗമായിട്ട് ഞങ്ങൾ ഡാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് 3 മണിക്കാണ് അവിടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങാൻ കുറച്ച് സമയം പിടിച്ചു. ഞാനൊരു ഏകദേശം ഒരു 2:30 കഴിഞ്ഞപ്പോഴാണ് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഓട്ടന്നെ വണ്ടി വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു. വേഗം ഇവിടെ ചുരിദാറാണ് സെറ്റ് ചെയ്താണ് കേട്ടോ. ഇവിടുത്തെ ഡാൻസിന് ചുരിദാറാണ്. അപ്പോൾ മാച്ചിന് കമ്മലൊക്കെ എടുത്തിട്ടു. എൻ്റെ ടീം മെമ്പേഴ്സ് ഓൾറെഡി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചേച്ചി അത് എത്താറായോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണം, ഞാൻ ഇവിടെ എത്തി, വീട്ടിലെത്തി മുല്ലപ്പൂക്ക് വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ. മുടി കാണാൻ വരാത്ത കാരണമാണ് ഞാൻ ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് എടുത്ത് നോക്കിയത്. അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് കൊള്ളാമോ? ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് നോക്കിട്ടോ. മൊത്തത്തിൽ ഭംഗിയുണ്ടെന്നൊക്കെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് നേരെ കുട്ടികളെയും കൊണ്ട്, കുട്ടികൾക്ക് മുക്കാട്ടര ഡിവിഷനിലായിരുന്നു ഓണം സെലിബ്രേഷൻ. അപ്പോൾ ഞങ്ങളുടെ കൗൺസിലറുടെ തന്നെ, അപ്പോൾ അവരെ അവിടെ കൊണ്ടാക്കി. അവരവിടെ 4 മണിക്കാണ് അവർക്ക് ഓണം സെലിബ്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ മേയർ എത്തി പ്രസംഗം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളെ ഇവിടെ കൊണ്ടാക്കാം, മുക്കാട്ടര കൊണ്ടാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ ഊട്ടുപുരയിലാണ് കുട്ടികളുടെ സെലിബ്രേഷൻ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മുൻ കൗൺസിലർ ശ്യാമളേച്ചിയാണ് ഇവിടെ ഇപ്പോൾ കൗൺസിലറായിട്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ ശ്യാമളേച്ചിയാണ് 19ാം ഡിവിഷൻ്റെ 15ാം ഡിവിഷൻ്റെ ഓണം സെലിബ്രേഷൻ നടത്താറ്. ഇപ്രാവശ്യം അത് എന്താ പറയുക, ജെൻഡർ മാറിയ കാരണം ഇപ്രാവശ്യം ശ്യാമളേച്ചി പോയി വേറെ ഒരു ഗോപാലൻ ചേട്ടൻ്റെ ആയിരുന്നു കേട്ടോ ഡിവിഷൻ. ഇപ്പോൾ മുക്കാട്ടര സ്ത്രീ ഡിവിഷനായിരുന്നു, ശ്യാമളേച്ചിയാണ് ഇപ്പോൾ മുക്കാട്ടരത്തെ കൗൺസിലർ. അങ്ങനെ മക്കളെ രണ്ടാളെ ഇവിടെ കൊണ്ടാക്കിയത്. അവിടെ നല്ല ഭംഗിയിൽ ഓണപ്പൂക്കളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുക്കാട്ടര കോക്കുളങ്ങര അമ്പലത്തിലായിരുന്നു സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മക്കളവിടെ വിട്ട് കഴിഞ്ഞത് തിരിച്ച് വരുമ്പോൾ ഞാൻ അവിടെ ഒരു കാഴ്ച കണ്ടു. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് നേരം അവിടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയം തീരെ കുറവായ കാരണം ഞാൻ വേഗം അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ടാക്കി നിന്നു കേട്ടോ. എന്നാലും കണ്ട കാഴ്ച നിങ്ങളെ കൂടി കാണിക്കണമല്ലോ. അത് കാരണം ഞാൻ പതുക്കെ പോയി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു സുന്ദരി കുട്ടി അവിടെ നിന്ന് കുളിക്കുകയാണ് കേട്ടോ. എന്ത് രസമായിട്ട് അവൾ കുളിക്കണേ, കുഞ്ഞൊരു ആനക്കുട്ടി കേട്ടോ, നല്ല ഭംഗിയിൽ കുളിക്കുന്നുണ്ട്. അപ്പോൾ മേയർ വരുന്ന കാരണം അവൾ കുളിച്ച് സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. കാരണം മേയർ വരുമ്പോൾ മേയർ വല്ലതും കൊടുക്കും, മേയറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആൾ കുളിച്ച് സുന്ദരി കുട്ടിയാണ്. അങ്ങനത്തെ ഞാൻ വീണ്ടും പണ്ടാരപ്പറമ്പിലെത്തി. പണ്ടാരപ്പറമ്പ് ഞങ്ങളുടെ 15ാം ഡിവിഷൻ്റെ ഓണം സെലിബ്രേഷൻ എത്തിയത് ഇതാണ് നമ്മുടെ ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് തൊട്ടേയുള്ള കെട്ടിടമാണ്, പക്ഷേ ഇപ്പോൾ കുറച്ച് പുതുക്കിയുണ്ട്, സ്കൂള് മൊത്തത്തിലൊന്ന് പുതുക്കി. അപ്പോൾ എൻ്റെ പിള്ളേർ അവിടെ നിന്ന് അവിടെ നിന്ന് പ്രാക്ടീസൊക്കെ കാര്യമായിട്ട് ചെയ്യേണ്ടത്. സൈഡിലിരിക്കുന്ന വേറെ കുട്ടികളാണ്, ഡാൻസിനുള്ള വേറെ കുട്ടികളാണ്. അപ്പോൾ കണ്ടില്ലേ എൻ്റെ കുട്ടികൾ അവിടെ നിന്ന് 2 പേരും കാര്യമായിട്ടുള്ള പ്രാക്ടീസിലാണ്. ഞാൻ എത്താത്ത കാരണമാണ് അവരെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. 2 ആളും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും ജോയിൻ ചെയ്തു കേട്ടോ. ഞാനും ജോയിൻ ചെയ്ത് വേഗം അവരുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് സ്കൂളിൻ്റെ പുറകല്ല, ഉൾവശം. നല്ല ഭംഗിയിൽ എല്ലാ ഭാഗത്തും ചിത്രകലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്ലാസ് പായസവും പിന്നെ ഉപ്പേരിയും പഴവും കിട്ടിയിട്ടോ. മേയർ വന്ന് സംസാരിച്ച് തുടങ്ങി. മേയറിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് മേയർ പോയി. അത് കഴിഞ്ഞ് ഇവിടുത്തെ കൗൺസിലറും ഡിവിഷൻ കൗൺസിലറും എല്ലാവരും കൂടി സംസാരം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി ഇരിപ്പായിട്ടോ, ഞങ്ങൾക്ക് സ്ഥലമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഡെസ്കിൻ്റെ മുകളിൽ കയറി ഇരിപ്പായി. അപ്പോൾ ചേച്ചി വന്ന് ഇങ്ങനെ പായസവും ഇതൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ എല്ലാവരും നല്ല സഹകരണമായിട്ട് എല്ലാവരും ഞങ്ങൾക്കും കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിരുന്നു. കാരണം ഞങ്ങളുടെ പരിപാടി എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അത് കഴിഞ്ഞ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചേച്ചിയുടെ പാട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കൊല കുട്ടികളുടെയും ഇതെൻ്റെ മോളുടെ കൂട്ടുകാരിയാണ്, അവളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, പ്രയാൽ എന്നാണ് പേര്. അതേപോലെ പ്രായഭേദമന്യേ എല്ലാവരും പ്രോഗ്രാം അവതരിപ്പിച്ചു. അതേപോലെ ഈ പരിപാടി അവതരിപ്പിച്ചതിൽ ഏറ്റവും സുന്ദരിയായിട്ട് തോന്നിയത് ഈ കുട്ടിയുടെ ഡാൻസാണ് കേട്ടോ. ആൾ നല്ല രീതിയിൽ കളിച്ചു. അതുപോലെ തന്നെ മാല ബാക്കിലേക്ക് പോയ ദിവസം ആളുടെ ഒരു ആക്ഷൻ ഇട്ടിട്ടായാലും മാല തിരിച്ചെടുത്തു കേട്ടോ. അതേപോലെ കൊച്ചുമക്കളുടെ പാട്ട്, അതേപോലെ ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡാൻസ്. ഏകദേശം കുഴപ്പമില്ലാതെ ഒപ്പിച്ചു എന്ന് പറയാം. അധികം പ്രാക്ടീസ് ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് കൊച്ചുമക്കളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു കേട്ടോ. ആരും മോശം എന്ന് പറയാനില്ല. ഇതിലെനിക്ക് തോന്നിയത് ഈ കുട്ടി ചെരുപ്പ് ഊരിയിട്ടൊന്ന് കളിക്കായിരുന്നു. ഡാൻസ് ഒന്നും ചെരുപ്പിട്ട് കളിക്കണതല്ലല്ലോ, ആ ഒരു തെറ്റ് തോന്നി. അതേപോലെ രുതികയുടെ അച്ഛനാണ്. രുതികയുടെ അച്ഛൻ പഴയൊരു ഓർമ്മയിൽ പഴയൊരു ഓണത്തിൻ്റെ മൂഡിലേക്ക് നമ്മളെ എത്തിച്ചു. പഴയൊരു ഓണപ്പാട്ടാണ് അദ്ദേഹം പാടിയത്. വളരെ നന്നായിട്ട് തന്നെ ശിവൻ ചേട്ടൻ നന്നായിട്ട് തന്നെ പാട്ട് പാടിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇതിൽ വോയിസ് ഇടാൻ പറ്റാത്ത കാരണമാണ് ഞാൻ പാട്ടിട്ട യൂട്യൂബ് ഇങ്ങനെ ഇതടിക്കുമല്ലോ, അത് കാരണമാണ് ഞാൻ പാട്ട് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ. അതുപോലെ 2 ചേച്ചിമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഇവരും നന്നായി കളിച്ചു. നല്ല രീതിയിൽ തന്നെ
ഇവരും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതേ ഈ കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഇവരൊക്കെ ക്ലാസിക്കൽ പഠിച്ച കുട്ടികളൊക്കെ ക്ലാസിക്കൽ രീതിയിലാണ് നല്ല രീതിയിൽ ക്ലാസിക്കൽ ഡാൻസ് കളിച്ചു. അതേപോലെ സിനിമാറ്റിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ ക്ലാസിക്കൽ കളിച്ചതെന്ന് വെച്ചാലും സിനിമാറ്റിക് ഡാൻസ് സൂപ്പറായിട്ട് എല്ലാ കുട്ടികളും നല്ല ഭംഗിയായിട്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓണാഘോഷം ഗംഭീരമാക്കി കൊടുത്തു കേട്ടോ. സാധാരണ 5:30 വരെയുള്ള പ്രോഗ്രാം ഇപ്രാവശ്യം കഴിഞ്ഞപ്പോൾ 6 മണിയായി. കാരണം സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞങ്ങൾക്കൊരു മൊമെൻറ്റോയാണ് കിട്ടാറ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് കിട്ടിയത്. അതും കൗൺസിലർ നേരിട്ട് തന്നു. വളരെയധികം സന്തോഷം തോന്നി. ഇതൊരു ചേട്ടത്തി അനിയത്തിയാണ്, വരദ വൃന്ദ എന്നാണ് പേര്. അപ്പോൾ അവരും നല്ല രീതിയിൽ അവരും എല്ലാ കൊല്ലം ഓണത്തിന് സെലിബ്രേഷന് കളിക്കാറുണ്ട്. നല്ല കുട്ടികളായിട്ട് അവരും കളിച്ചു കേട്ടോ. അവരുടെയും പാട്ടുകൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പാട്ടുകളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രോഗ്രാമും ഞാൻ പരമാവധി ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ പറയാൻ ആവശ്യമില്ലല്ലോ. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെന്ന് അറിയാം. എന്നാലും ജസ്റ്റ് ഒരു വാക്കെങ്കിലും കുറിച്ചിട്ട് പോകൂ. ഇത്രയും കുട്ടികളൊക്കെ കളിക്കുന്നതല്ലേ. ഇത് ഞങ്ങളുടെ കൗൺസിലറുടെ മോളാണ് കേട്ടോ. കൗൺസിലറുടെ മോള് നല്ല രീതിയിൽ ഡാൻസ് കളിച്ചു. കുട്ടിയും സൂപ്പറായിട്ട് തന്നെ കളിച്ചു. ആ കുട്ടീനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ആരുടെയും മോളെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ മൈക്കിൽ വിളിച്ച് പറയുകയാണ് ചെയ്തത്, ഇത് നമ്മുടെ കൗൺസിലറുടെ മോളാണെന്ന്. ആ കുട്ടി നല്ല രീതിയിൽ ഡാൻസ് കളിച്ചു. അതേപോലെ തന്നെ 2 കൊച്ചുമക്കൾ സൂപ്പറായിട്ട് കളിച്ചു. അവർക്ക് നല്ലൊരു സ്റ്റേജ് ഫിയർ മാറാൻ വേണ്ടിയിട്ടായാലും അതെ ഒരേ സ്റ്റേജിൽ കയറ്റി. അത് കഴിഞ്ഞതേ ഒരു ഗ്രൂപ്പ് ഡാൻസ് എല്ലാ വലിയവരുടെയും ഉണ്ടായിരുന്നു. അവരും നന്നായിട്ട് കളിച്ചു എന്ന് തന്നെ പറയാം. അതെ ഈ കുട്ടിയൊക്കെ സൂപ്പറായിട്ട് എല്ലാവരും നല്ല 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 രീതിയിൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരാൾക്കും മടിയില്ലാണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് സ്റ്റേജിൽ കയറി തകർക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇവരുടെ ഗ്രൂപ്പ് ഡാൻസോട് കൂടി ഈ പരിപാടി അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞതേ ഇത് ശ്യാമളേച്ചർ ഓണാഘോഷമാണ്. എൻ്റെ മോളുടെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അവളിതേ മുമ്പിൽ തന്നെ നിന്ന് കളിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് വേറെ ഡിവിഷൻ്റെയാണ്. പക്ഷേ ഓണ സെലിബ്രേഷൻ അല്ലേ, ഓണാഘോഷമല്ലേ, അത് വിചാരിച്ചാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.